ലാല് വരിക എന്നുള്ളത് ലാസ്റ്റാണ് തീരുമാനം. ഷൂട്ടിംഗ് കഴിഞ്ഞ സമയത്തേക്കാണ് ലാലിലേക്ക് ഇതൊരു തീരുമാനം എത്തുന്നത്. എന്താ ഒരു ഫാൻസിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നമ്മൾ ഒരിക്കലും നമ്മളെ കഥയെ അപ്രോച്ച് ചെയ്യാറില്ല. ആരാണോ ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിന് സ്യൂട്ടബിൾ ആകുന്നു അങ്ങനെ കാസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. അല്ലാതെ ഇവരുടെ ഫാൻസിനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതല്ല. നമ്മൾ ടോട്ടലായിട്ട് സിനിമയുടെ ഒരു ടോട്ടാലിറ്റിയെ മാത്രമാണ് നമ്മൾ കാണാറ്. പിന്നെ അങ്ങനെ ഒരു എന്താണ് ഒരു സ്റ്റാർ വാർസ് ഒന്നും ഉള്ള സമയമല്ല. ഈ ഫാൻസിൻ്റെ ഒരു സ്റ്റാർ വാർ നടക്കുന്ന കാര്യമൊക്കെ കാലമായി ഇന്നത്തെ പോലെ അത്രയും ഇല്ല. എനിക്ക് മഞ്ജു വാര്യർന്നൊന്നും അങ്ങനെ അറിയില്ല. അപ്പം ഇങ്ങനെ ഒരു ആക്ട്രസ് ഉണ്ട്, ഇതേ വരുന്നു, ഇങ്ങനെ കുറച്ച് ഇൻട്രോ ഒക്കെ കിട്ടി അവിടുന്നൊക്കെ. അപ്പം ഇങ്ങനെ ഞങ്ങൾ കുട്ടികളിങ്ങനെ ഇരുന്ന് കളിക്കുമായിരുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ എന്തോ വഴക്കൊക്കെ ഉണ്ടായി, ഞാൻ കരച്ചിലായി. അപ്പം മഞ്ജു ചേച്ചി വന്നിട്ട് ഇങ്ങനെ മേക്കപ്പ് എന്തോ പോയിന്നെന്തോ പറഞ്ഞിട്ട് വന്നിട്ട് ഇരുന്ന് മേക്കപ്പ് ഒക്കെ ഇട്ട് മണിച്ചേട്ടൻ്റെ വാലായിട്ട് തന്നെയായിരുന്നു ഞങ്ങൾ കൂടുതലും നടന്നിരുന്നത്. മഞ്ജു ചേച്ചിയൊക്കെ ഉണ്ടെങ്കിലും കൂടുതൽ ഞങ്ങളെ ചിരിപ്പിക്കാനും ഞങ്ങളെ കളിപ്പിക്കാനൊക്കെ മണിച്ചേട്ടൻ തന്നെയായിരുന്നു. കറക്റ്റ് ആയിരുന്നു. ലൈക് മൂവിയിൽ എങ്ങനെയായിരുന്നു കലാഭൻ മണി വാസ് വിത്ത് ദ കിഡ്സ്, അങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങൾ എല്ലാവരും വാലായിട്ട് ഇങ്ങനെ നടക്കും. ഹായ്, ഹലോ, നമസ്കാരം. കൗമുദി മൂവീസിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീനിധി. അപ്പോൾ ഇന്ന് ഞാൻ എന്താ ഇൻട്രൊഡക്ഷൻ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ബിക്കോസ് നമ്മളെല്ലാവരും എക്സൈറ്റഡ് ആണ് സമ്മർ ഇൻ ബെത്ലഹേം സിനിമയുടെ റിലീസിനായിട്ട്. സോ അതിൻ്റെ വിശേഷങ്ങൾ പറയാനായിട്ട് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യാണ് സിബി സർ, ഡയറക്ടർ സിബി മലയിൽ സർ. വെൽക്കം ടു ദ ഷോ. പിന്നെ നമ്മുടെ 5 കസിൻസ് നിവ്യ ചേച്ചി, അല, അൻസു. അൻസു ആണോ? ആൻസു. ഓക്കെ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. അപ്പൊ കസിൻസ് എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങളാണല്ലോ ഇപ്പൊ ശരിക്കും ടോക്ക് ഓഫ് ദ ടൗൺ അല്ലേ സർ? അതായത് ഇവര് റീലൊക്കെ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ സോ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത ഒരു സിനിമ അത് റിലീസാണ് 4Kയില്. അതായത് നമ്മളുടെ മക്കൾക്കോ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് വന്ന ആൾക്കാർക്ക് ഞങ്ങൾക്കോ ഒക്കെ അത് കാണാനായിട്ട് 4Kയിൽ ആ സിനിമ ഇറങ്ങുകയാണ്. സോ വാട്ട് യു ഫീൽ എന്ന് ചോദിക്കുന്നത് ക്ലീശ ചോദ്യമായിരിക്കും. എന്നാലും എന്താ നിങ്ങൾക്ക് തോന്നുന്നു? ഇപ്പൊ ഇത് പ്രതീക്ഷിക്കുന്നില്ലല്ലോ നമ്മൾ അഭിനയിച്ച ഒരു സിനിമ. ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. വാക്കിൽ പറഞ്ഞാൽ വളരെ എക്സൈറ്റഡ് ആണ്. അതിങ്ങനെ റിലീസ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഒരു ഓൾ ടൈം ഫേവറേറ്റ് മൂവിയാണ്. പിന്നെ പേഴ്സണലി ഫേവറേറ്റ് ആണ്. അപ്പോൾ വെരി എക്സൈറ്റഡ്. പിന്നെ ആക്ച്വലി ഞങ്ങൾ ഡിസ്കസ് ചെയ്യായിരുന്നു. ഞങ്ങൾ അത് കണ്ടിട്ടില്ല മൂവി. ചെറുപ്പത്തിൽ ആ തിയേറ്ററിൽ കണ്ടത് ഓർമ്മയില്ല അധികം. ഞങ്ങൾക്ക് വളരെ കൊച്ചായിരുന്നു. സോ ഇപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ബിക്കോസ് ആ ഒരു സോങ്സും മൂവിയും എല്ലാം ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റുന്നത് വലിയൊരു ഭാഗ്യം. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അത് ഒട്ടും ഒരു ക്ലാരിറ്റി ഒന്നും ഇല്ലാതെ കുറച്ച് കൂടിയിട്ടല്ലേ ഉള്ളൂ. അതെ, നമ്മൾ വളരുന്നതിനോടൊപ്പം വന്ന സിനിമയാണല്ലോ. കുറച്ച് സിനിമകളുടെ കൂട്ടത്തിൽ നമ്മൾ എപ്പോഴും റീവാച്ച് ചെയ്യുന്ന സിനിമ, ആ കൂട്ടത്തിൽ ഒരു സിനിമയാണ് സമ്മർ ഇൻ ബെത്ലഹേം. സോ നമ്മുടെ ഓഡിയൻസിന് വേണ്ടി നിങ്ങളൊക്കെ ഇപ്പൊ എന്താ ചെയ്യുന്നതെന്നൊന്ന് പറയുമോ? നിവ്യ എന്താ ചെയ്യുന്നത്? പേര് വിളിച്ചോട്ടെ. നിവ്യ എന്താ ചെയ്യുന്നത്? ഞാൻ ഹൗസ് വൈഫ് ആണ്. പിന്നെ വീടിന്റെ അടുത്ത് ഡോൺ ബോസ്കോ സ്കൂളുണ്ട്, അവിടെ ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്യുന്നുണ്ട്. അത്രയും തന്നെ. അല്ലയോ? ഞാൻ ഫങ്ഷണൽ ന്യൂട്രീഷൻ പ്രാക്ടീസ് ചെയ്യുന്നു. അതിൻ്റെ കൂടെ കുറച്ച് ഇമോഷണൽ ബാച്ച് റെമഡി, ഫ്ലവർ റെമഡീസ് എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് ഉണ്ട്, അതും പെർസ്യൂ ചെയ്യുന്നു. ഓക്കെ. കൂട്ടത്തിൽ ചെറുത് ഏറ്റവും യങ്ങസ്റ്റ് കസിൻ ഞാനായിരുന്നു. പിന്നെ ഞാനിപ്പോൾ ഇൻഫോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. കൊച്ചിയിൽ തന്നെയാണ്. സോ സിബി സർ, ദേവദൂതൻ റിലീസായി. അത് കഴിഞ്ഞിട്ട് സമ്മർ ഇൻ ബെത്ലഹേം. സാറിൻ്റെ ഒരു തോട്ട് പ്രോസസ് എങ്ങനെയാണ് ഇപ്പോൾ? ഇല്ല, ഇത് അങ്ങനെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത കാര്യമല്ല. ഇറ്റ് ഹാപ്പൻ. അങ്ങനെ നമ്മളങ്ങനെ ഇങ്ങനെ ഇത് റിലീസ് ചെയ്യണമെന്നുള്ള ഒരു മുൻധാരണകളുണ്ടായില്ല. എല്ലാവരും കൂടെ പറഞ്ഞു വന്നപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പുതിയ ജനറേഷൻ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് കണ്ടപ്പോൾ ഈ പൂച്ചയുടെ ചോദ്യങ്ങൾ ഇങ്ങനെ നിരന്തരമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ അപ്പം ഇപ്പോഴത്തെ ജനറേഷനും അത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു മിസ്റ്ററി റിവീൽ ചെയ്യാനുള്ളൊരു ഒരു ക്യൂരിയോസിറ്റി അവർക്കുണ്ട്. റിവീൽ ചെയ്യുന്നുണ്ടോ ഇതിനകത്ത്? അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അതെ, ഓപ്പൺ എൻഡഡ് ആയിട്ട് സിനിമകൾ അവസാനിക്കുക എന്ന് പറയുന്നത് ഇപ്പൊ അങ്ങനത്തെ ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട്. സോ നമുക്കത് പിന്നെയും ചിന്തിക്കാൻ അത് എന്തായിരിക്കും എന്നുള്ള നമ്മുടെ ഒരു ചിന്ത അവിടെ വർക്കാവുകയാണ്. അപ്പോൾ അന്ന് ആ സമയത്ത് ഒരു പൂച്ചയെ കാണിക്കുന്നു, ഒരു പെൺകുട്ടിയുടെ ഷാഡോ, അതാരാന്ന് അറിയുന്നില്ല. ആൻഡ് സിനിമ തീരുന്നത് ഓപ്പൺ എൻഡഡ് ആയിട്ടാണ്. സോ അങ്ങനെ ഒരു ചിന്ത ആരുടെ മനസ്സിൽ നിന്ന് വന്നത്? ഓഫ് കോഴ്സ് റൈറ്റർ ആയിരിക്കാം അതിനെക്കുറിച്ച് സംസാരിച്ചത്. പിന്നെ അത് എപ്പോഴെങ്കിലും റിവീൽ ചെയ്യണം, അല്ലെങ്കിൽ സിനിമയുടെ ഇൻ ബിറ്റ്വീൻ അത് റിവീൽ ചെയ്യാം, അങ്ങനത്തെ ഡിസ്കഷൻസ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, നമ്മൾ ആ സിനിമയിൽ തന്നെ നമ്മളൊന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. 2 പേരിലേക്ക് അത് വന്ന് ഷോർട്ട് ലിസ്റ്റഡ് ആവുന്നുണ്ട്. പിന്നെ നമുക്ക് അന്ന് ചെയ്യുമ്പോൾ ഇതിങ്ങനെ രണ്ടാമത് എപ്പോഴെങ്കിലും റിലീസ് ചെയ്യുമോ അല്ലെങ്കിൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ചെയ്തിട്ട് ആ മിസ്റ്ററി റിവീൽ ചെയ്യണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ വരികയും
ഒരുപാട് ഡിസ്കഷൻസ് പുതിയ ജനറേഷന്, പ്രത്യേകിച്ചും ഈ സിനിമ റിലീസ് ചെയ്തതിന് ശേഷം ഇറങ്ങിയ ഒരു ജനറേഷൻ ഉണ്ടല്ലോ, അവർ ആണ് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചോളം ഈ സിനിമ ഒരു തിയേറ്റർ വാച്ചിനുള്ള ഒരു അവസരം ഉണ്ടാകുമ്പോൾ അവർ തീർച്ചയായിട്ടും അത് തിയേറ്ററിൽ വന്നത് കാണുമെന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത്. ഓക്കെ, അതായത് ഇപ്പം ഈ പൂച്ചയുടെ കാര്യം പറഞ്ഞപ്പോഴേ സമ്മർ ഇൻ ബെത്ലഹേം എന്ന് നമ്മൾ യൂട്യൂബിൽ അടിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ റീൽസും ഷോർട്സും ഒക്കെ വരുന്നതിനകത്ത് മിക്ക ഷോർട്സും വരുന്നത് ഓരോ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഇരുന്നിട്ട് ശരിക്കും ആ പെൺകുട്ടി ആരായിരുന്നു എന്ന് അവർ ബ്രേക്ക് ചെയ്ത് കൊണ്ടുവരും. അപ്പൊ ഇന്നലെ ഞാൻ കണ്ട ഒരു വീഡിയോക്കകത്ത് ഒരു പുള്ളി പറയുന്നു നെയിൽ പോളിഷ് വെച്ച് ഐഡന്റിഫൈ ചെയ്യാണ് അത് ജ്യോതിയാണ് എന്നുള്ളത്. കാരണം ഇന്ന ഷോട്ടിൽ ജ്യോതി ഇടുന്ന ഡ്രസ്സിന്റെ സിമിലർ നെയിൽ പോളിഷസ് ആണ് ജ്യോതി എപ്പോഴും ഇടുക. അങ്ങനെ ആ സീൻ ബ്രേക്ക് ചെയ്ത് കൊണ്ടുവരുന്നു. അപ്പം ഇപ്പോഴും അത് ഡിസ്കഷനിലാണ്. സോ ആ ഒരു ഓപ്പൺ എൻഡഡ് ആ ഒരു കോണ്ടന്റ് വെച്ചത് ഇപ്പോഴും സ്റ്റിൽ അത് ഡിസ്കഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ കമ്മിങ് ടു നിങ്ങളുടെയൊക്കെ ഡയലോഗ്സ് ഒക്കെ ഒന്ന് ഓർമ്മയുണ്ടോ ഒന്ന് പറയാനായിട്ട്? എന്തെങ്കിലും പറയുന്ന ഡയലോഗ് എന്തായാലും സ്നേഹത്തോടെ സുരേഷ് ചേട്ടനെ വി ഹേറ്റ് യു എന്ന് പറഞ്ഞു. അതാണ് മനസ്സിലുണ്ടായിരുന്നു ഡയലോഗ്. അതിന്റെ ഒപ്പം തന്നെ ഓ ചീത്ത അങ്കിൾ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മോളിൽ ചെന്നിട്ട് പറയുന്നത് വി ഹേറ്റ് യു. പിന്നെ അത് ആമി ചേച്ചി മൂത്രമൊഴിക്കാൻ ടോയ്ലറ്റിൽ പോയപ്പോ ആങ്കിൾ ഒളിഞ്ഞു നോക്കിയതാന്ന് പറയുന്നത്. ഡയലോഗ് ഒന്ന് പറയാവോ നിങ്ങൾ? എന്തായിരുന്നുടാ? ഇങ്ങനെയല്ല പറയുന്നത്, നമ്മളെല്ലാവരും സ്റ്റേഴ്സ് കയറി പോകുമ്പം മറ്റേ ആമി ചേച്ചിനെ മാരി ചെയ്യാൻ പോകുന്നത് അല്ല കല്യാണം മുടങ്ങും അല്ല രവി അല്ല ജനാർദ്ദൻ അങ്കിളിന് അറ്റാക്ക് വരുമ്പം നമ്മളെല്ലാവരും ഒരു സ്റ്റെയർ ഇറങ്ങി വരുമ്പം സുരേഷ് ചേട്ടൻ ജനാർദ്ദൻ അങ്കിളിനെ കാണാൻ വേണ്ടി സ്റ്റെയർ കയറുന്നു. ഞങ്ങള് അപ്പം അവളെ കാണുമ്പോ അവളാളെ ചെറുത് വേഗം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പിടിക്കും. അങ്കിള് ചീത്ത അങ്ങനെ പറയാം. അപ്പൊ അതിന്റെ വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് മോളിൽ ചെല്ലുമ്പോ വി ഹേറ്റ് യു ഒരിത്തിരി ഒരു കുശുമ്പി ഫേസ് ഇല്ല നിവ്യക്ക് അന്ന്? ഇപ്പോഴല്ല ആ ക്യാരക്ടർ കാണുമ്പോ നമുക്കൊരു അല്ല ഇപ്പോഴല്ല ഞാൻ പറഞ്ഞത്, ആ വി ഹേറ്റ് യു ഒക്കെ പറയുമ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമൊക്കെ ആയിരുന്നില്ലേ? നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ സിനിമ ഇങ്ങനെ നമ്മളുടെ ഫ്രണ്ട്സിന്റെ കൂടെ ആരുടെങ്കിലും കൂടെ ഇരുന്ന് കണ്ടിട്ട് അത് നിങ്ങളാന്ന് പറയാതിരുന്ന് കണ്ടിട്ടുണ്ടോ? ഇല്ല, ആക്ച്വലി എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ സ്കൂളിലൊക്കെ അത്യാവശ്യം അറിയപ്പെട്ടു ബിക്കോസ് ഓഫ് ദ മൂവി, ബിക്കോസ് ഇറ്റ്സ് സച്ച് എ ഹ്യൂജ് ഹിറ്റ്. അപ്പൊ അത് കാരണം എല്ലാവർക്കും അറിയായിരുന്നു. സോ അങ്ങനെ നോൺ മലയാളി ഫ്രണ്ട്സിന് മേ ബി അറിയണ്ടാവില്ല. അത് ഇപ്പോഴും ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ അവർ ചോദിക്കും ശരിക്കും കാണുമെന്ന്. ബട്ട് മലയാളീസിന് എല്ലാവർക്കും അറിയായിരുന്നു. എനിക്ക് തോന്നുന്നു എല്ലാ ജനറേഷനിലുള്ളവർക്കും സമ്മർ ഇൻ ബെത്ലഹേം ഇപ്പം 80s-ലാണെങ്കിൽ 90s എല്ലാം ഒരു എന്താ പറയുന്ന ഒരു റിമാർക്കബിൾ മൂവി, ഐക്കോണിക് മൂവിയാണല്ലോ. ബിക്കോസ് സ്റ്റാർസും, അതായത് ദ കോമ്പിനേഷൻ ഓഫ് സ്റ്റാർസ്, മ്യൂസിക്, സിബി മലയാൽ സർ, പ്രൊഡക്ഷൻ, ഇൻഫാക്ട് കോമഡി, അതെ ഞങ്ങൾ കോസ്റ്റ്യൂംസ്, ഡ്രസ്സിംഗ് ആൻഡ് ദ ഷൂട്ടിംഗ് സ്പോട്ട്, ആർട്ട് ഡയറക്ഷൻ ഒക്കെ സത്യം പറഞ്ഞ ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഔട്ട് ഹൗസും എല്ലാം സെറ്റ് ആണ്. ആ സമയത്തായിരുന്നു ആലോചിക്കും ഇതൊക്കെ ശരിക്കുള്ള വീടായിരുന്നു എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. ഞാൻ മനസ്സിലായത് അതൊക്കെ സെറ്റ് ആയിരുന്നു. ഇൻഫാക്ട് ഞങ്ങള് ഈ ഒരു ഔട്ട് ഹൗസ് ഉണ്ടല്ലോ, അതിന്റെ അടിയിൽ ഞാനും കൃഷ്ണയും ഞങ്ങൾ പോയി ഒളിച്ചിരിക്കും. ഞാനും കൃഷ്ണയായിരുന്നു ഏറ്റവും കുറുമ്പ്, ആൻസു പാവായിരുന്നു. പക്ഷെ ആൻസർ ഞങ്ങൾ പിടിച്ചോണ്ട് പോകും എന്തെങ്കിലും കുറുമ്പ് കാണിക്കണമെങ്കിൽ, അവൈലബിൾ ആണെങ്കിൽ. സോ ഞങ്ങൾ ഈ ഔട്ട് ഹൗസിൻ്റെ സെറ്റിൽ ഒരു 2 feet അല്ല 1 feet ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് കുട്ടികൾക്കുള്ളിൽ പോവാം. ഒരു വർഷം ഞങ്ങൾ അങ്ങനെ ഉള്ളിൽ പോയി കയറിയിരുന്നു. ബിക്കോസ് വി വർ ട്രൈങ് ടു ഫൈൻഡ് എ സ്പോട്ട്. ഷോർട്ടിന്റെ ടൈമിൽ ഞങ്ങളെ കാണുന്നില്ല. എനിക്ക് അത്ര ഓർമ്മ കിട്ടുന്നില്ല. ഞങ്ങളുടെ എല്ലാ പേരൻസും ഞങ്ങളെ തപ്പായിരുന്നു. 4 സ്ഥലത്ത് എല്ലാവരും, മറ്റേ പ്രൊഡക്ഷന്റെ എല്ലാ ടീം മെമ്പേഴ്സ്, പേരൻസ്, കുട്ടികളെ സ്പോട്ട് ഓർമ്മയുണ്ട് കേട്ടോ അവിടെ ഹിഡൻ. എന്നിട്ട് അവസാനം കണ്ടുപിടിച്ചു. പക്ഷെ സിബി മലയാൽ സാർ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ചീത്ത കിട്ടിയില്ല. അൾട്രാ കൂളായിരുന്നു. ഇപ്പൊ ആലോചിക്കുമ്പോഴത് മനസ്സിലാവണതോ ബീങ് എ ഡയറക്ടർ to have that cool is not easy. സർ, അതായത് ഒരു എന്താ പറയാ ഒരു കൂട്ടം പെൺകുട്ടികളുണ്ട് ആൻഡ് ഭയങ്കര ബഹളം. ഇപ്പൊ തന്നെ ഇവര് ഭയങ്കര ചിൽ ഓൺ വൈബാണ് ഇപ്പോൾ. അപ്പൊ സാർ അത് എങ്ങനെ മാനേജ് ചെയ്തു ആ സമയത്ത് ഇത്രയും പേരുമായിട്ട്? ഇല്ല, ഇവരെ നമ്മളെല്ലാവരും ഒരു വെക്കേഷൻ മോഡല്ലേ. കാരണം ലൊക്കേഷൻ ഉണ്ടാക്കിൻ്റെ കഥ, മ്യൂസിക്, പാട്ടുകൾ എല്ലാം കൂടെ ഒരു സെലിബ്രേഷൻ മോഡ് എല്ലാവർക്കും. ആരും ഞാനൊട്ടും ടെൻസ്ഡ് ആയില്ല. ഞാൻ ഏറ്റവും റിലാക്സ്ഡ് ആയിട്ട് ചെയ്ത സിനിമയായത്. അങ്ങനെ വലിയ ഇമോഷണൽ ഡ്രാമകളൊന്നും ഇല്ലല്ലോ. എല്ലാം ഫണ്ണാണ് കൂടുതലും.
കുറച്ച് മെലോഡ്രാമയൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്കൊരു സ്ട്രെയിൻ ഉണ്ടായില്ല ഒരിക്കലും. ഇതിനകത്ത് ആക്ഷൻ ഫൈറ്റ് ഒന്നുമില്ലല്ലോ. ഒരു വളരെ റിലാക്സ്ഡ് ആയിട്ട് എല്ലാവരും, എൻ്റെ ഫാമിലി ഉണ്ട്, പ്രൊഡ്യൂസറുടെ ഫാമിലി ഉണ്ട്, ഇവരുടെ എല്ലാം പേരൻസ് ഉണ്ട്. അപ്പം ഒരു എല്ലാം കൂടെ ഒരു 10-35 ആൾക്കാർ ഒരു ഫാമിലി ആയിട്ട് അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഞാൻ ഷൂട്ട് ചെയ്യാൻ സ്റ്റാർട്ടും കട്ടും പറയുന്ന അല്ലാത്ത സമയങ്ങളൊന്നും നമുക്ക് ഷൂട്ടിംഗ് അല്ല. അതാണ്. ഓക്കെ. അപ്പം നിങ്ങൾ റിലീസ് ആയി കഴിഞ്ഞപ്പം ആരെയൊക്കെ ഗെറ്റ് ഇൻ ടച്ച്, പിന്നെ എല്ലാവരെയും നമ്മൾ ഒന്നും കൂടെ കാണുകയാണല്ലോ, അപ്പോൾ ആരെയൊക്കെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, ആരെയൊക്കെ നമുക്ക് കിട്ടി? ഇപ്പൊ ഞങ്ങൾ തന്നെ ഇതൊരു റീസൺ കൊണ്ടാണ് സാറിനെ കാണുന്നത് ഈ സിനിമയ്ക്ക് ശേഷം ഇപ്പോഴാണ്. ഞാൻ സാറിനെ കണ്ടിട്ടുണ്ട്. ഞാൻ പിന്നെ മൂവീസ് ഒക്കെ ചെയ്തപ്പോ സാറിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് സാറായിട്ടുള്ള ഇത് അപ്പോഴും ഇപ്പോഴും അതേപോലെ തന്നെ നിൽക്കുക. പക്ഷെ ഇവരെയൊക്കെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. അല്ല, ഇപ്പൊ പറഞ്ഞിരുന്നല്ലോ, അതായത് എല്ലാം വലിയ സ്റ്റാർസ് ആയിരുന്നു ആ സിനിമയിൽ അഭിനയിച്ചിരുന്നത് എന്നുള്ളത്. അപ്പൊ ആ സമയത്ത് ഓൾറെഡി ഒരു ബെഞ്ച് മാർക്ക് ക്രിയേറ്റ് ചെയ്ത ആക്ടേഴ്സാണ് ഇതിനകത്തുള്ളത്. മഞ്ജു വാര്യർ ആണെങ്കിലും, ജയറാമേട്ടനാണെങ്കിലും, സുരേഷ് ഗോപി സാർ ആണെങ്കിലും, ലാലേട്ടനാണെങ്കിലും ഒക്കെ. അപ്പോൾ സാർ ഇവരെ കൊണ്ടുവരുന്ന സമയത്തേ നമുക്ക് ആ ഒരു ചാലഞ്ച് ഉണ്ടായിരുന്നോ? അതായത് ഇവർക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കുന്നതും പിന്നെ ഫാൻസ് ഉണ്ടാവും. അപ്പം ഇതൊക്കെ സാറ്റിസ്ഫൈ ചെയ്തിട്ട് ഒരു ഇത്രയും ബെഞ്ച് മാർക്ക് ക്രിയേറ്റ് ചെയ്ത ആക്ടേഴ്സിനെ ഇൻവോൾവ് ചെയ്ത ഒരു സിനിമ കൊണ്ടുവരുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ചലഞ്ച് ഉണ്ടായിരുന്നു സാർ? ചലഞ്ച് ഫേസ് അങ്ങനെ ഒരു ഫാൻസിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നമ്മൾ ഒരിക്കലും നമ്മളെ കഥയെ അപ്രോച്ച് ചെയ്യാറില്ല. ഓക്കെ. നമ്മുടെ കഥയുടെ ക്യാരക്ടേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് ആരാണോ ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിന് സ്യൂട്ടബിൾ ആകുന്നു അങ്ങനെ കാസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. അല്ലാതെ ഇവരുടെ ഫാൻസിനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതല്ല. നമ്മൾ ടോട്ടലായിട്ട് സിനിമയുടെ ഒരു ടോട്ടാലിറ്റിയെ മാത്രമാണ് നമ്മൾ കാണാറുള്ളത്. ഇപ്പോൾ ലാല് വരിക എന്നുള്ളത് ലാസ്റ്റാണ് തീരുമാനം. ഷൂട്ടിംഗ് കഴിഞ്ഞ സമയത്തേക്കാണ് ലാലിലേക്ക് ഇതൊരു തീരുമാനം എത്തുന്നത്. പിന്നെ അങ്ങനെ ഒരു ഒരു സ്റ്റാർ വാർസ് ഒന്നും ഉള്ള സമയമല്ല. ഈ ഫാൻസിൻ്റെ ഒരു സ്റ്റാർ വാർ നടക്കുന്ന കാലമായി ഇന്നത്തെ പോലെ അത്രയും ഇല്ല. പിന്നെ ഇവരെല്ലാവരും അവരവരുടെ റോളുകൾക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആൾ. സുരേഷിൻ്റെ റോളിലും വേറെ ആളെ നമുക്ക് ഇപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ സുരേഷിൻ്റെ ആ റോളിലേക്ക് ആരെയും പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. ജയറാമനും അത് തന്നെയാണ്. പിന്നെ മഞ്ജു ആ സമയത്ത് ഇങ്ങനെ ഒരു അപ്കമിങ് എന്ന് വെച്ചാൽ എസ്റ്റാബ്ലിഷ്ഡ് ആയി വരും. മഞ്ജു ഒരു 95 മഞ്ജുവിൻ്റെ ആദ്യത്തെ സിനിമ വരുന്നത്. ദിസ് വാസ് 1998. 3 വർഷമാണ്. പക്ഷേ ആ 3 വർഷം കൊണ്ട് മഞ്ജു ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞു ഇൻഡസ്ട്രിയിൽ. ഇവരെല്ലാവരും ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ആക്ടേഴ്സായിട്ട് വന്നു കഴിഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ ഇത്രയും പുതിയ പിള്ളേർ കുഞ്ഞുങ്ങൾ വരികയാണ്. ഇവരെല്ലാവരും ബാക്കി എല്ലാവരും അത്രയും എസ്റ്റാബ്ലിഷ്ഡ് അല്ലല്ലോ. ഇതിനകത്ത് ഇവരെല്ലാം ഫസ്റ്റ് ടൈമേഴ്സാണ്. നിബിയ അതിനു മുമ്പ് അഭിനയിച്ചു എന്ന് തോന്നുന്നു അല്ലേ? ഉണ്ട്. പക്ഷെ അന്നേരം ഇവരെ നമുക്കങ്ങനെ സ്ക്രീനിൽ കണ്ട ഓർമ്മയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു നോൺ ഫേസസ് എന്ന് പറയുന്നത് കുറച്ച് പേരേ ഉള്ളൂ. സുജിതയൊക്കെ കുഞ്ഞായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഈവൻ ധന്യയും 1-2 സിനിമകൾ. പക്ഷെ ഇവരാരും അങ്ങനെ പെട്ടെന്ന് ആൾക്കാർ മുഖം കൊണ്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആൾക്കാരായിരുന്നില്ല. അവരെ സംബന്ധിച്ചുള്ള ഇതൊരു പുതിയ സംഭവം. ഇവർ പറയാറുണ്ട് ഷൂട്ടിംഗ് ആണെന്ന് പോലെ ഇവർ അറിയുന്നില്ല. ഇവർ കളിച്ചു നടക്കുക. വിളിച്ചു വരുത്തി ക്യാമറയുടെ മുമ്പിൽ നിർത്തുമ്പോഴാണ് ഇവർക്ക് ഇത് ഷൂട്ടിംഗ് ആണെന്നും. അഭിനയിക്കുക എന്നുള്ളൊരു ഫീല് തോന്നിയിട്ടില്ല. ഞങ്ങളൊരു ഫാമിലി എന്താ പറയുന്നത്, അത് പറയുന്നത് നമ്മൾ ചെയ്യുന്നു, പക്ഷെ അതൊരു ഷൂട്ടിംഗ് എന്നുള്ളൊരു ഫീൽ ഉണ്ടായിട്ടില്ല. നിങ്ങളിങ്ങനെ വാദോരാതെ ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, നമുക്ക് ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട് നിങ്ങൾ സംസാരിക്കുന്ന അതിനകത്തുനിന്ന്. ഓൾറെഡി ആ സിനിമ കാണുമ്പോൾ തന്നെ നമുക്കൊരു വെക്കേഷൻ മൂഡാണ് ആ സിനിമ ഓൾ ടുഗദർ അത് പോകുന്നത്. അപ്പം പെട്ടെന്ന് നിങ്ങൾക്ക് ചെറിഷ് ചെയ്യുന്ന, ഇപ്പോഴും നിങ്ങൾ ക്ലോസ് ടു ഹാർട്ടായിട്ട് ചെറിഷ് ചെയ്യുന്ന എന്തെങ്കിലും പെട്ടെന്ന് ഒരു മെമ്മറി പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ? അത് മണിച്ചേട്ടൻ്റെ കൂടെയുള്ള മെമ്മറീസ് തന്നെയായിരിക്കുള്ളൂ. അത് ചേട്ടൻ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഒപ്പം ചേട്ടനും ആ ലെവലിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് ഓരോ കോമഡി കാണിച്ചു തരാനും, മണിച്ചേട്ടൻ്റെ വാലായിട്ട് തന്നെയായിരുന്നു ഞങ്ങൾ കൂടുതലും നടന്നിരുന്നത്. മഞ്ജു ചേച്ചിയൊക്കെ ഉണ്ടെങ്കിലും കൂടുതൽ ഞങ്ങളെ ചിരിപ്പിക്കാനും ഞങ്ങളെ കളിപ്പിക്കാനൊക്കെ മണിച്ചേട്ടൻ തന്നെയായിരുന്നു. കറക്റ്റ് ആയിരുന്നു. ലൈക്ക് മൂവിയിൽ എങ്ങനെയായിരുന്നു കലാഭൻ മണി വാസ് വിത്ത് ദ കിഡ്സ്, അങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങൾ എല്ലാവരും വാലായിട്ട് ഇങ്ങനെ നടക്കും പിന്നിൽ. അതാ പറഞ്ഞ ഷൂട്ട് മൂവി എന്നുള്ള ഒരു അറിവ്, ഒരു സീരിയസ്നെസ് ഒട്ടുമില്ലായിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് എ ഫൺ വെക്കേഷൻ. യൂഷ്വലി മൂവീസൊക്കെ കുറച്ച് ഫൺ മൊമെൻറ്റ്സ് ഉണ്ടാവും, കുറച്ച് സീരിയസ് മൊമെൻറ്റ്സ്. ഇത് ഫുൾ ത്രൂ ആൻഡ് ത്രൂ ഫണ്ണായിരുന്നു. ലൈക്ക് ഈവൻ ഒരിക്കൽ പോലും സിബി അങ്കിൾ ഞങ്ങളെ ചീത്ത പറയുമോ, കുറേ ചില ഷോട്ട്സൊക്കെ ഞങ്ങൾ ശ്രദ്ധയില്ലാണ്ട് അവിടെ നോക്കും ഇവിടെ നോക്കും. ബട്ട് ഹി ഹാസ് നെവർ റേസ്ഡ് ഹിസ് വോയിസ്. ഇൻഫാക്ട് ഞാൻ മാത്രമല്ല, ഐ തിങ്ക് ഓൾ ദ സ്റ്റാർസ്. അപ്പോൾ ആ ഒരു എൻവയൺമെൻറ്റ് വാസ് സോ കൂൾ ആൻഡ് ലവിങ് that എല്ലാവരും ഓട്ടോമാറ്റിക്കലി you start working for the, so ഒരു കമ്പൈൻഡ് എഫേർട്ട് ആയിരുന്നു ഫോർ ഷുവർ. അത് കാണാനും പറ്റും. ആ മൂവി സോ ഫൺ ആൻഡ് ലൈറ്റ് ഹാർട്ടഡ്. അത് തന്നെയായിരുന്നു ഷൂട്ടിങ്ങിൽ സെറ്റ്സിലും. ഓക്കെ സാർ, സാറിൻ്റെ സിനിമകളൊക്കെ ഒരുപാട് കാണുന്ന
സാറിനെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളെന്നുള്ള രീതിയിൽ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സാർ. ഇപ്പം കിരീടമാണെങ്കിലും ഹിസൈനസ് അബ്ദുള്ള അങ്ങനെ ലാലേട്ടൻ്റെ ഒരുപാട് സിനിമകൾ, പല തരത്തിലുള്ള സിനിമകൾ, പല ക്യാരക്ടർ, പല വ്യത്യാസങ്ങൾ വരുന്ന സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ലാലേട്ടൻ്റെ കുറേ സിനിമകൾ, നല്ല സിനിമകൾ അല്ലെങ്കിൽ ഭയങ്കര ഹിസ്റ്റോറിക് ആയിട്ടുള്ള സിനിമകൾ എടുക്കുന്ന സമയത്ത് സിബി മലയിൽ സാറിൻ്റെ ക്ലിപ്സ്, സിബി മലയിൽ സാർ ചെയ്ത ലാലേട്ടൻ്റെ മൂവി ക്ലിപ്സ് ആയിരിക്കും മോസ്റ്റ്ലി പോവുക. അപ്പോൾ നമുക്കറിയാൻ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ചോദിക്കുക, സർ ക്യാരക്ടർ ബ്രീഫ് കൊടുക്കുന്നത് എങ്ങനെയായിരിക്കും? ഇപ്പോൾ ഈ സിനിമയിലാണെങ്കിലും ഒരുപാട് സ്റ്റാർസ് ഉണ്ട് ഇതിനകത്ത്. അപ്പം സർ ക്യാരക്ടർ ബ്രീഫ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ് സർ? പിന്നെ ഇവരോടൊന്നും ഇപ്പോൾ ലാലിൻ്റെ അടുത്തൊന്നും വലിയ ഒരു ബ്രീഫിങ്ങിൻ്റെ ആവശ്യമില്ല. അവരുടെ നമ്മൾ ബേസിക്കൽ സ്റ്റോറി ലൈൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവർക്കത് കിട്ടുന്നുണ്ട്. പിന്നെ സീന് സ്ക്രിപ്റ്റ് വായിച്ചു കൊടുക്കുന്നവരോടെ അവരവരുടെ ക്യാരക്ടറെ പറ്റി നല്ല ഒരു ധാരണ അവർക്കുണ്ടാവും. പിന്നെ പർട്ടിക്കുലറായിട്ട് ഓരോ സീൻ എടുക്കുമ്പോൾ അതൊന്ന് റിമൈൻഡ് ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ ആ സീൻ എടുക്കുന്ന നമ്മൾ ഓർഡറിലല്ലല്ലോ ഷൂട്ട് ചെയ്യുന്നത്. ഒരു പർട്ടിക്കുലർ സീൻ, അപ്പോൾ ഇതിനു മുമ്പ് എന്തായിരുന്നു, ഇപ്പോൾ ആ ക്യാരക്ടർ എവിടെയാണ് നിൽക്കുന്നത് എന്നൊക്കെ പറയുന്നൊരു അവർ നമ്മളെപ്പോലെ ത്രൂ ഔട്ട് ഇതിനകത്തൂടെ ട്രാവൽ ചെയ്യുന്നില്ലല്ലോ സ്ക്രിപ്റ്റിലൂടെ. അവർക്ക് നമ്മൾ എടുക്കുന്ന സമയത്ത് ഈ ക്യാരക്ടറുടെ ഒരു മാനസികാവസ്ഥ എവിടെയാണ്, ഏത് സ്റ്റേജിലാണ് എത്തിയിരിക്കുന്നു, ഇതിനു മുമ്പ് എന്താ സംഭവിച്ചത്, ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അത്തരത്തിലുള്ള ഒരു ജനറൽ ബ്രീഫിംഗ് ആവശ്യമുള്ളൂ. അല്ലാതെ അവരെ കൊണ്ട് ഇന്ന പോലെ അഭിനയിക്കണമെന്നൊന്നും സ്പെസിഫിക്കായിട്ട് പറയേണ്ട ആൾക്കാരല്ല. ദേ നോ ഹൗ ടു പെർഫോം. പിന്നെ കുഞ്ഞുങ്ങളെയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചും കൂടി അവരെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചെടുക്കുക എന്നുള്ളൂ. അവർക്ക് അത്രയും നമ്മൾ ഡീപ്പായിട്ട് കാര്യം പറഞ്ഞ് കൊടുത്തിട്ടും കാര്യമില്ല. അവരപ്പം പറയേണ്ട കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ടങ്ങ് ചെയ്യിക്കുകയാണ്. അങ്ങനെ ഒരു വലിയ എന്താണ് ആക്ടറെ ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചൊന്നും നമ്മൾ ചെയ്യാറില്ല. അവരെ കംഫർട്ട് സോണിൽ നിർത്തിക്കൊണ്ട്, ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്ന ആൾക്കാരെ. അവരെ കംഫർട്ട് സോണിൽ നിർത്തിയില്ലെങ്കിൽ അവരിൽ നിന്ന് നല്ല റിസൾട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് ഇവർ പറഞ്ഞ പോലെ ഞാൻ ആരോടും ദേഷ്യപ്പെടാറില്ല, ഷൗട്ട് ചെയ്യാറില്ല. അത് വലിയ ആൾക്കാരായാലും പോലും ചെയ്യാറില്ല, ആരോടും ഇതുവരെ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് അവർക്ക് ദേ ക്യാൻ ഗീവ് ദെയർ ബെസ്റ്റ്. അവർക്ക് അങ്ങനെ ഇവർ ആക്ടേഴ്സ് എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവാണ്. അവരെ നമ്മൾ മെൻ്റലി നമ്മൾ അവരെ അങ്ങോട്ട് ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് പൂർണ്ണമായിട്ട് അതിലേക്ക് നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ അങ്ങനെയാണ് എല്ലാവരെയും ചെയ്യുന്നത്. കംഫർട്ട് സോണിൽ നിർത്തിക്കൊണ്ട് അവരെ ചെയ്യുകയാണ്. തെറ്റിയാലും അത് സമാധാനത്തോടെ പറഞ്ഞു കൊടുത്തിട്ട് അവർ കറക്ഷനിലേക്ക് കൊണ്ടുവന്ന് ചെയ്യാം. സാർ, ഈ സ്ക്രിപ്റ്റിന്റെ ഡിസ്കഷന്റെ സമയത്ത് തന്നെ ഇന്ന റോൾ ഇന്ന ആൾക്ക് ചെയ്യാം എന്നുള്ളത് ഫൈനലൈസ്ഡ് ആയിരുന്നോ, അതോ ഒരുപാട് ഡിസ്കഷന് ശേഷമാണോ? അല്ല, ഇത് നമ്മളെ തമിഴിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതായിരുന്നല്ലോ. അപ്പം തമിഴിലെ കാസ്റ്റിംഗ് അനുസരിച്ച് സുരേഷിൻ്റെ റോള് പ്രഭു ആയിരുന്നു. ബാക്കി ജയറാമും മഞ്ജുവും ഇതേ റോളുകൾ തന്നെയായിരുന്നു തമിഴിലും ചെയ്യാൻ വെച്ചിരുന്നത്. പക്ഷേ തമിഴിൽ നിന്ന് മലയാളത്തിലേക്ക് വന്നപ്പോൾ പ്രഭുവിനെ പകരം സുരേഷ് വന്നേ ഉള്ളൂ. ലാലിൻ്റെ കാര്യത്തിൽ ലാൽ പിന്നീട് മലയാളത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനൊരു ക്യാരക്ടർ പെട്ടെന്ന് ഉണ്ടായി വന്നതാണ്. അല്ല, അത് പലരിലേക്കും നമ്മൾ ആലോചിച്ചെങ്കിലും ലാലിലേക്ക് വന്ന് നമ്മൾ ലാൻഡ് ചെയ്യായിരുന്നു. ബാക്കി ഇവരെയൊക്കെ നമ്മൾ കാസ്റ്റിങ്ങിലൂടെ തന്നെയാണ് എല്ലാവരും ഈ 12 പേർ, ബാക്കി 11 പേരെയും മഞ്ജു ഒഴിച്ചുള്ള ബാക്കി എല്ലാവരും നമ്മൾ അങ്ങനെ ഒരു എന്താണ്, നമ്മൾ ചിലരെ ഹാൻഡ് പിക്ക് ചെയ്തു, ചിലരെ കുറേ പേരെ കൊണ്ടുവന്ന് കണ്ട് അവരിൽ നിന്നൊക്കെ പിക്ക് ചെയ്യായിരുന്നു. അല്ല, അതുകൊണ്ട് നമുക്ക് ഇവർക്കൊന്നും എന്താണ് ഇവരുടെ പ്രായം, ഇവരുടെ രൂപം അതൊക്കെ തന്നെയായിരുന്നു അവരുടെ കളിച്ച്. ഇവർ അഭിനയിക്കില്ലെന്നുള്ളത് അപ്പം നമുക്കറിയില്ല. പക്ഷേ ഇവരൊക്കെ കുറച്ച് പേരൊക്കെ 1-2 സിനിമകളിലൊക്കെ അഭിനയിച്ചൊരു എക്സ്പീരിയൻസ് ഉണ്ട്. യു ആർ ദ ഫസ്റ്റ്. പക്ഷെ അവരെല്ലാം കംഫർട്ടബിൾ. ഒന്നാമത്തെ കാര്യം ആ ആംബിയൻസും അല്ലേ എല്ലാവർക്കും വളരെ ടെൻഷനൊന്നും പേടിയൊന്നും ഇല്ലാതെ എല്ലാവരും നമ്മളുമായിട്ട് വളരെ ഫ്രണ്ട്ലി ആയി. അതുകൊണ്ടാണ് അങ്ങനെ നടക്കുക. ഇങ്ങനത്തെ ഒരു മൂവിക്ക് നമ്മൾ അത്രയും റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറിൽ അത് ചെയ്യുമ്പം എല്ലാവരും അതിൻ്റെ ഒരു വൈബിലുണ്ടാവും. ഇപ്പം നിങ്ങൾ സിനിമ കാണുമ്പോഴേ, അതായത് ചെറുപ്പത്തിലല്ല കുറച്ചും കൂടെ വളർന്നു കഴിഞ്ഞിട്ട് സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങളെ സ്ട്രൈക്ക് ചെയ്ത ഒരു സീൻ ഏതാ സിനിമയിലെ? നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സീൻ എന്ന് പറയത്തില്ലേ? ലാൽ സാർ എന്ന സീൻ. അതല്ലാതെ വേറെ ഞങ്ങൾക്ക് അറിയില്ലല്ലോ. ലാൽ സാർ ലാലേട്ടൻ അതിലുണ്ടെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അപ്പോ ആ സീൻ തന്നെയാണ് നമ്മൾ ഇല്ലാണ്ടായി പോയല്ലോ എന്നുള്ളൊരു വിഷമമാണ് നമുക്കുള്ളത്. സാറിന്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയില്ലല്ലോ. ഡെന്നിസിനും പോയപ്പോ വണ്ടിക്കകത്ത് നിങ്ങൾക്കും കൂടെ ഡെന്നിസിന്റെ വണ്ടിയിൽ തന്നെയായിരുന്നു ഞങ്ങള് പിള്ളേർ സെറ്റ് ഫുള്ളും എപ്പോഴും ഞങ്ങള് ട്രെയിൻ ഇറങ്ങി വരുന്നതും വീട്ടിലേക്ക് വരുന്നതും എല്ലാം നമ്മൾ ആ വണ്ടിയിൽ തന്നെയാ. അപ്പൊ അറിയാതെ കൂട്ടത്തിൽ പോയാൽ മതിയായിരുന്നു. അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. മൂവി ചെയ്യുമ്പോഴും അറിയില്ല കേട്ടോ, ലാൽ സാറിനെ കാണുന്നില്ലല്ലോ. അപ്പം ഇങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടെന്നൊന്നും അറിയില്ല. പിന്നെ മൂവി കണ്ട് കുറച്ചുകൂടി ഇങ്ങനെ വലുതായി വന്നപ്പോഴാണ് മനസ്സിലായത്, ഓ
ഇതാണ് ഇതിൻ്റെ ആ എസെൻസ്, ആ സിനിമയുടെ കോർ ഇതാണ്. പിന്നെ ആ മൂവി അത്രയും നേരം കണ്ടിരുന്ന മൂവിയേ അല്ല പിന്നെ ആ ലാൽ സാറിൻ്റെ ആ 15 minutes. ഓക്കെ, അലയുടെ ഫേവറേറ്റ്? എനിക്ക് ഫേവററ്റ് സോങ് ചൂളമടിച്ച് കറങ്ങി നടക്കുമായിരുന്നു. ബിക്കോസ് ഈവൻ ആക്ച്വലി നിവ്യ ചേച്ചി എന്നെ റിമൈൻഡ് ചെയ്തത്, ഞങ്ങൾക്ക് സൈക്കിൾ കാലത്തുണ്ടായിരുന്നില്ല, എനിക്കും കൃഷ്ണയ്ക്കും. ഇവർക്ക് എല്ലാവർക്കും സൈക്കിൾ ഉണ്ടായിരുന്നു. അതിലൊരു സീനുണ്ട്, എല്ലാവരും ചെക്ക് യൂണിഫോം യെല്ലോ വൈറ്റ്. എന്നിട്ട് ഞാൻ വാശി പിടിച്ചു, എനിക്ക് മഞ്ജു ചേച്ചിയുടെ സൈക്കിളിന്റെ മുമ്പിൽ തന്നെ ഇരിക്കും. ഒന്നില്ലെങ്കിൽ എനിക്ക് സൈക്കിൾ വേണം, ഇല്ലെങ്കിൽ എനിക്ക് മഞ്ജു ചേച്ചിയുടെ സൈക്കിളിൽ കയറണം എന്ന് പറഞ്ഞിട്ടാണ് അല്ലാന്ന് ഭയങ്കര വാശിയായിരുന്നു. പിന്നെ ഓക്കെ, കരയാൻ പറ്റത്തില്ലല്ലോ, കരഞ്ഞ പ്രശ്നമല്ലേ. എന്നിട്ട് ഞാൻ എല്ലാവരും ഒക്കെ ആക്കി കൊടുത്തു. അതൊരു സ്ലോപ്പ് ഇങ്ങനെ വരണ ഒരു സീനായിരുന്നു. അപ്പൊ ഇത്തിരി വലുതായത് കാരണം എനിക്ക് സൈക്കിളുണ്ട്, എനിക്ക് സൈക്കിളുണ്ട്, ഇവർക്കാണ് സൈക്കിൾ ഇല്ലാത്ത. അപ്പൊ അലയുടെ വാശി, ഒന്നില്ലെങ്കിൽ എനിക്ക് ഇൻഡിവിജ്വൽ ആയിട്ടൊരു സൈക്കിൾ വേണം, ഇല്ലെങ്കിൽ മഞ്ജു ചേച്ചിയുടെ സൈക്കിളിൽ എനിക്ക് കയറണം. ആക്ച്വലി സൈക്കിള് തപ്പും ചെയ്തു, പക്ഷെ കിട്ടിയില്ല. അല്ല, നമ്മളെല്ലാം ചെറിയവരെല്ലാവരും ചേച്ചിമാരുടെ കൂടെ ജസ്റ്റ് യു ആൻഡ് മീ ആണോ? കൃഷ്ണ. എന്നിട്ട് കണ്ടിന്യൂ ചെയ്തു. അപ്പൊ ഞാൻ സ്ലോപ്പിന്റെ അവിടെ ആ സീൻ എടുക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് തെറ്റിപ്പോയി. എന്നിട്ട് ഞാൻ മഞ്ജു ചേച്ചിയോട് പറഞ്ഞു, എന്നെ വീഴ്ത്തരുത്. ആ കരഞ്ഞത് എനിക്ക് കരയല്ല, പേടിച്ചിട്ട് കണ്ണെന്നൊക്കെ വെള്ളം വന്ന് എനിക്ക് ഓർമ്മയുണ്ടോ? ഷീ വാസ് ദ സ്വീറ്റസ്റ്റ്. ആള് ഭയങ്കര എന്താ പറയാ, ശരിക്കും ഞങ്ങൾ അപ്പൊ തന്നെ ഒരു ഭയങ്കര മദേർലി നേച്ചർ ആയിരുന്നു. ഈവൻ ആൻസു ഫോട്ടോ എന്തോ എടുത്തോണ്ട് ഒരു ഫോട്ടോ ഉണ്ടായിരുന്നില്ലേ, ആൻസു എടുക്കണം കണ്ടിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് വേണം അതേമാതിരത്തെ ഫോട്ടോ. അപ്പൊ എനിക്കും കൃഷ്ണയ്ക്കും ആൻസുനും സെയിം പോസ് ആയിട്ട് മഞ്ജു എല്ലാവരും ഇങ്ങനെ എടുത്തോണ്ട് ഫോട്ടോ. ഞങ്ങൾ എടുക്കാൻ പറ്റത്തില്ല, കുറച്ച് വലുതായി കുറച്ച് വലുതായി പോയി. മഞ്ജുവിനൊരു ടാസ്ക് കൊടുക്കാം. അയ്യോ, എനിക്ക് മഞ്ജു പൊക്കാൻ പറ്റും തോന്നുന്നു. ബട്ട് യാ, ഷീ വാസ് വെരി സ്വീറ്റ്. നമുക്ക് മഞ്ജു ചേച്ചി ഫോർ ഷുവർ. ആള് ഞങ്ങളെക്കാട്ടുള്ള യങ് ആണല്ലോ. ഓക്കെ, അൻസുവിന്റെ ഒരു ഫേവറേറ്റ് മെമ്മറി? മൂവിയുടെ റിലേറ്റഡ് ആണോ അതോ ഔട്ട്സൈഡ്? മൂവിയോ ഔട്ട്സൈഡോ മോൾക്ക് പെട്ടെന്ന് മനസ്സിൽ ചെറിയ മഞ്ജു ചേച്ചി, എനിക്ക് മഞ്ജു വാര്യർന്നൊന്നും അങ്ങനെ അറിയില്ല. അപ്പം ഇങ്ങനെ ഒരു ആക്ട്രസ് ഉണ്ട്, ഇതേ വരുന്നു, ഇങ്ങനെ കുറച്ച് ഇൻട്രോ ഒക്കെ കിട്ടി അവിടുന്നൊക്കെ. അപ്പം ഇങ്ങനെ ഞങ്ങൾ കുട്ടികളിങ്ങനെ ഇരുന്ന് കളിക്കുമായിരുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ എന്തോ വഴക്കൊക്കെ ഉണ്ടായി, ഞാൻ കരച്ചിലായി. അപ്പം മഞ്ജു ചേച്ചി വന്നിട്ട് ഇങ്ങനെ മേക്കപ്പ് എന്തോ പോയിന്നെന്തോ പറഞ്ഞിട്ട് വന്നിട്ട് ഇരുന്ന് മേക്കപ്പ് ഒക്കെ ഇട്ട് തന്നു. അപ്പം എനിക്ക് ആ ഒരു മെമ്മറി ഇപ്പോഴും മഞ്ജു ചേച്ചിയുടെ ഓർമ്മ വരുമ്പോൾ അതുണ്ട്. പിന്നെ ഈ ഞങ്ങൾ ഈ പുറത്തുള്ള കുറച്ച് കറക്കമൊക്കെ ഉണ്ടായിരുന്നു, ഈ സെറ്റിലല്ലാണ്ട് ഇല്ലേ, നമ്മളെ ഊട്ടി ആ ഏരിയ ഒക്കെ കറങ്ങാൻ പോകുമായിരുന്നു. പിന്നെ അതൊരു വലിയ ഭാഗ്യമാട്ടോ, ഞങ്ങൾ ആരും കാണാത്ത ഊട്ടി കണ്ടിട്ടുണ്ട്. ആ ലൊക്കേഷൻ സ്പോട്ട്സ് എല്ലാം ഭയങ്കര, ബിക്കോസ് ഞങ്ങൾ ഈ സെറ്റ് വീടും ആ പരിസരമായിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് ഷൂട്ട് ഈ സോങ്സിന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ചൂളമടിച്ചിനൊക്കെ പുറത്തു പോയപ്പോഴാണ് ഇങ്ങനെയും ഉണ്ട് സ്ഥലങ്ങൾ ഊട്ടിയിലെന്ന് മനസ്സിലായത്. അത് ആർട്ട് ആൻഡ് അവര് സ്പോട്ട്സ് ദേ ഫൗണ്ട് വർ ലൈക്ക് റിയലി ഹിഡൻ ജെംസ് ആയിരുന്നു ശരിക്കും. സർ, അതുപോലെ തന്നെ ഇവരിപ്പോ പറഞ്ഞപ്പോ പെട്ടെന്ന് ഞാൻ ഓർത്തത്, ആ സിനിമയിലെ ഡയലോഗുകള് ഇപ്പോഴും നമ്മളിങ്ങനെ വെറുതെ ഫ്രണ്ട്സ് സർക്കിളിന്റെ ഇടയ്ക്കൊക്കെ നമ്മൾ സംസാരിക്കുന്നത്, അതായത് മറ്റേ 5 കസിൻസ് ഡൽഹി ആരാമത്, അത് ഞങ്ങൾക്ക് അന്നേ പഠിച്ചു. അത് അന്നേ നിങ്ങൾ പഠിക്കുന്നുണ്ടായിരുന്നു? അത് ആ സീനിൽ ഞങ്ങൾ ഉണ്ടല്ലോ. മഞ്ജു ചേച്ചി ജയറാമേട്ടനോട് പറയുമ്പോ ഞങ്ങൾ ബാക്കിൽ കളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരത് ബ്രേക്ക് ചെയ്യുമല്ലോ, മണിച്ചേട്ടനും അവര് ഇത് എന്തായിരിക്കും മീനിങ് എന്നുള്ള രീതിയിൽ. അപ്പൊ സർ, ഈ ഡയലോഗ് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോസ്റ്റ്യൂംസ്, സോങ്, ഇതെല്ലാം കൂടെ അലൈൻ ചെയ്ത് വന്നതിന്റെ സക്സസ് ആയിരിക്കാം ആ സിനിമ ഇപ്പോഴും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നതെന്ന് സാറിന്? തീർച്ചയായിട്ടും. ഇത് നേരത്തെ അല പറഞ്ഞതുപോലെ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ട് ഇതിനകത്തുണ്ട്. ഇപ്പം ഞാനോ രഞ്ജിത്തോ അല്ലെങ്കിൽ ഈ ആക്ട് ചെയ്ത ഓരോരുത്തർക്കും അവരവരുടെ പാട്ടുണ്ടായിരുന്നു, അവരെല്ലാം നന്നായിട്ട് അത് ചെയ്തുകൊണ്ടാണ്. പിന്നെ എവറിത്തിങ് കം ടു പ്രോപ്പറായിട്ട് അതിൻ്റെ ഒരു പ്ലേസിലേക്ക് വന്നതാണ്. ഇപ്പം ഇതിൻ്റെ ആർട്ട് ഡയറക്ഷൻ ഭയങ്കര കോൺട്രിബ്യൂഷനാണ് ഇതിനകത്തുള്ളത്. ഇപ്പം നമ്മൾ ആലോചിക്കുമ്പോഴാണ് എന്തൊരു ബ്രൈറ്റ് കളേഴ്സൊക്കെ വെച്ചിട്ട് ആ സിനിമയെ ഇത്ര കളർഫുൾ എന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്. അതിൻ്റെ ആർട്ട് ഡയറക്ഷനാണ് കളർഫുള്ളാകാൻ ഒരു കാര്യം. രണ്ടാമത് കോസ്റ്റ്യൂംസാണ്. അതിനെയൊക്കെ നന്നായിട്ട് ക്യാച്ച് ചെയ്യുന്നത് ക്യാമറയാണ്, ക്യാമറമാനാണ്. സഞ്ജീവ് ശങ്കറിൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. ഇപ്പോൾ എല്ലാവരും കൂടെ അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്ത് എല്ലാവരും നന്നായിട്ട് അവരവരുടെ ബെസ്റ്റ് കോൺട്രിബ്യൂഷൻസ് വരുമ്പോഴാണ് ഇത് ടോട്ടലി ഒരു മ്യൂസിക്, ലിറിക്സ് എല്ലാം. പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ ലൊക്കേഷൻസ്, നമ്മൾ ഒരു സാധാരണ ഊട്ടിയിൽ പോയി ഷൂട്ട് ചെയ്യുന്ന ലൊക്കേഷനിൽ നിന്ന് വിട്ടിട്ട് നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്തിരുന്നു.
അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഇവർ നമ്മളെല്ലാം പോയി ഊട്ടിയുടെ ഒരു സ്ഥിരം കുറേ സ്ഥലങ്ങളിൽ മാത്രം ഷൂട്ട് ചെയ്തതിനപ്പുറത്തേക്ക് നമ്മൾ കുറേ ഡീപ്പായിട്ട് അകത്തേക്കൊക്കെ പോയിട്ടാണ് ഷൂട്ട് ചെയ്തത്. നമ്മൾ ഈ ചൂളമടിച്ചിൻ്റെ തുടക്കം പോർഷനൊക്കെ ഷൂട്ട് ചെയ്യുന്നത് സ്കൂൾ മന്തും കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത് 2 hours നമ്മൾ വെളുപ്പിന് 4 മണിക്കൊക്കെ ട്രാവൽ ചെയ്ത് പോയിട്ട് ഒരു കുന്ന് കയറി അവിടെ ചെല്ലുമ്പോൾ തന്നെ എല്ലാവരും മതിയാവും. ട്രെയിൻ ഷൂട്ട് ചെയ്ത് റെയിൽവേ സ്റ്റേഷനും അതെ കുറേ ട്രാവൽ ചെയ്തിട്ട് അന്ന് തന്നെയായിരുന്നു വരുന്നതും പോകുന്നതും എല്ലാം അന്ന് ഒറ്റ ദിവസമാണ് അത് എടുത്തത്. അല്ല അപ്പോൾ അങ്ങനെ ഒരു എഫേർട്ട് എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ട്. ഇപ്പോൾ പ്രൊഡ്യൂസർ ഇങ്ങനെ ഒരു നല്ല പ്രൊഡ്യൂസറെ കിട്ടുക, കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധാരണ ചിലപ്പോൾ പ്രൊഡ്യൂസർ ചോദിക്കും ഇതെന്തിനാണ്, അതിൻ്റെ ആവശ്യമുണ്ട്, ഇതിൻ്റെ ആവശ്യമുണ്ട്, അങ്ങനെ ചോദിക്കില്ല. ഈ സിനിമയെ പുള്ളിക്ക് കഥ അറിയാം, ഈ സിനിമയ്ക്ക് എന്തൊക്കെ ആവശ്യമുണ്ടെന്നറിയാം. അപ്പം നമ്മൾ അതിനൊരു കുറവും വരാതെ നമ്മൾ എന്താവശ്യപ്പെടുന്നോ അതൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവരുടെ കോസ്റ്റ്യൂംസൊക്കെ ഞാൻ പറഞ്ഞു ഒരു ചാക്ക് കണക്കിലാണ് കോസ്റ്റ്യൂംസ് ഇവർക്ക് വേണ്ടിയാണ്. ഇത്രയും പിള്ളേരൊന്നും ഭയങ്കര ആ സമയത്ത് ഞങ്ങൾക്ക് ആ ഡ്രസ്സസ് എന്ന് പറയുമ്പോൾ അന്നത്തെ ഒരു ഭയങ്കര കൂൾ വൈബാണ്. ഇല്ല ആ 90s ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടോ ആ സമയത്തൊക്കെ. ചില ഡ്രസ്സൊക്കെ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ അലക്കന്നെ വേണം. എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഐ തിങ്ക് ആ സെറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഞാനായിരിക്കും എനിക്കത് വേണം, എനിക്കിത് വീട്ടിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് കുറെ ഹൂപ്സ് ഒക്കെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അരിഞ്ഞു വായിച്ചു പിടിച്ചു. അല്ല, അന്നത്തെ ഡ്രസ്സിങ്, അതായത് ആ സിനിമയിൽ കാണുന്ന ഡ്രസ്സിങ് ഇപ്പോഴും ട്രെൻഡിങ് ആണല്ലോ. നമ്മൾ ഇപ്പോഴും ഫ്രോക്സ്, ഇതേപോലത്തെ ഫ്രോക്സ് നമ്മൾ ഇടുന്നുണ്ട്. പിന്നെ മഞ്ജു ചേച്ചി ഇടുന്ന ഓവർ സൈസ്ഡ് ഷർട്ട്, കോസ്റ്റ്യൂമും ഭയങ്കര ഇപ്പോഴും അത് കോപ്പി ചെയ്ത ആൾക്കാർ ഇല്ലേ, അതും ട്രെൻഡിങ് തന്നെയാണ് ഇപ്പോഴും. ആ ചൂളമടിച്ചാലും ഒരു രാത്രിയിലും ഒരേപോലെ ഒരുപാട് പിന്നെ കോസ്റ്റ്യൂംസ് ഇത്രയും കോസ്റ്റ്യൂംസ് ചേഞ്ചസ് ഉള്ളത്. പ്രത്യേകിച്ച് മഞ്ജുവിൻ്റെ തനിച്ചുള്ള സോളോ മൂഡ്സിലൊക്കെ നല്ല, പിന്നെ ഇവിടെ ഗ്രൂപ്പായിട്ട് ഞങ്ങൾക്ക് സെയിം ആയിട്ട് സ്കൂൾ യൂണിഫോം ഒക്കെ ചെയ്തപോലെ ഫ്രോക്കും ഇതൊക്കെ. സിബി സാറിന്റെ അടുത്ത ഏത് സിനിമയാണ് നമ്മൾ റീ റിലീസ് ചെയ്യണം? എല്ലാ പടവും ഉസ്താദ് റീ റിലീസ് ചെയ്തായിരുന്നെങ്കിൽ ഉസ്താദ് ആരോ ചെയ്യുന്നുണ്ടെന്ന് കേട്ടു, കിരീടം ചെയ്യുന്നുണ്ടെന്ന് കേട്ടു. ഓക്കെ സാർ, എഗെയിൻ ഇപ്പം കിരീടം, ഹിസൈനസ് അബ്ദുള്ള അല്ലെങ്കിൽ സദയം, അങ്ങനത്തെ സിനിമകളിൽ ലാലേട്ടൻ ആ ക്യാരക്ടർ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു വിങ്ങലായിരിക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഒരു സിറ്റിയിൽ പാഞ്ഞു പോകുന്ന ട്രാവലറിനകത്തുനിന്ന് അത് തള്ളി തുറന്ന് മേഹു ഉസ്താദ് എന്ന് പറഞ്ഞിട്ട് സിബി മലയിൽ സാറിൻ്റെ ക്യാമറയിലൂടെ നമ്മൾ ലാലേട്ടനെ കാണുന്നത്. അപ്പോൾ സോ ആ ഒരു ജേണറിൽ പിന്നീട് സിനിമകളൊന്നും വന്നില്ല. സോ അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സിനിമ പിന്നെ നമ്മൾ സിബി മലയിൽ സാറിൻ്റെ അടുക്കുന്ന നമ്മൾ കണ്ടില്ല? ഇല്ല, ഞാൻ അങ്ങനെ ഒരു പർട്ടിക്കുലർ ജേണറിലുള്ള സിനിമ ചെയ്യുക എന്നുള്ളൊരു തീരുമാനം ഇല്ല. അങ്ങനെയല്ല, നമ്മുടെ മുമ്പിലേക്ക് വരുന്നൊരു കഥ നമ്മളെ ഇൻസ്പയർ ചെയ്യുക, നമ്മളെ പ്രൊവോക്ക് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഒരു സിനിമ വരുമ്പോഴാണ് അത് ചെയ്യുന്നത്. ഇന്ന ജോണർ എന്നുള്ള ഒരു ഡിസിഷൻ നേരത്തെ ഇല്ല. ഞാൻ ചെയ്ത എല്ലാ ജോണറുകളും ഡിഫറെൻ്റ് ആണല്ലോ. ഇപ്പം ഫസ്റ്റ് ഫിലിം ഞാൻ തുടങ്ങിയത് ഒരു സറ്റയർ, വില്ലേജ് സറ്റയർ ആയിരുന്നു. പിന്നെ ഇമോഷണൽ ഡ്രാമാസ് ചെയ്തിട്ട് തനിയാവർത്തനം പോലെയുള്ള വളരെ ഹെവി, ദശരഥം പോലെയുള്ളൊരു ഇതേപോലെ തന്നെ ഒരു കളർഫുൾ ഫൺ. അന്നത്തെ കോസ്റ്റ്യൂംസും അതിലെ കോസ്റ്റ്യൂംസ് ഇന്നും ഒരു എന്താണ് ഇപ്പോഴും റിലവൻ്റ് ആയിട്ടുള്ള കോസ്റ്റ്യൂംസാണ് ലാലിനൊക്കെ കൊടുത്തത്. പിന്നെന്താണ് നമ്മൾ മ്യൂസിക്കലായിട്ടുള്ള ഒരുപാട് സിനിമകൾ ചെയ്തില്ലേ, അതൊക്കെ ആ പർട്ടിക്കുലർ ജോണറിലേക്ക് ഞാനിങ്ങനെ തളയ്ക്കപ്പെടുന്നത് ഞാൻ ഒഴിവാക്കാറുണ്ട്. ആക്ഷനെങ്കിൽ ആക്ഷൻ അത് വരുന്നത്. ഇപ്പോൾ ഓഗസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ത്രില്ലർ, ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയുണ്ട്. എല്ലാ ജോണറിലും നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ എൻജോയ് ചെയ്ത് ചെയ്യുന്നതാണ്. ഇപ്പം ഈ സിനിമ ഓടെ ഞാൻ ഇഷ്ടപ്പെടുന്ന മറ്റൊരു സിനിമയാണ് ഈ റീ റിലീസ് ചെയ്ത ദേവദൂതൻ. അതും ദാറ്റ് ഈസ് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഒരു ടെക്നിക്കലി എൻ്റെ ഏറ്റവും നല്ല ഒരു ഔട്ട്കം ഉണ്ടായത് ആ സിനിമയിലാണെന്ന് എനിക്ക് തോന്നുന്നു. അതിന് ക്വാളിറ്റിയിൽ, വിഷ്വൽ ക്വാളിറ്റിയിലൊക്കെ, മ്യൂസിക്, ഇതെല്ലാം അങ്ങനെ എല്ലാം നമുക്ക് ചെയ്യുന്നത് എൻജോയ് ചെയ്ത് ചെയ്യാം. എത്രമാത്രം നമ്മൾ അതിനകത്ത് ഇൻവോൾവ് ആയിട്ട് എൻജോയ് ചെയ്ത് ചെയ്യുന്നു അത്രയും നന്നായിട്ട് ആ സിനിമ പുറത്തു വരും. പക്ഷേ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫിലിം എന്ന് ഞാൻ കരുതുന്നത് സദയമാണ് ആസ് എ ഫിലിം മേക്കർ. അത് ദാറ്റ് ഈസ് എസ്പെഷ്യൽ. എൻ്റെ സംബന്ധിച്ച് ഏറ്റവും വളരെ അതിൻ്റെ ഒരു പ്രധാന കാരണം എം ടി സാറിൻ്റെ സ്ക്രിപ്റ്റ് എന്നുള്ളതാണ്. ആ സ്ക്രിപ്റ്റിനെ നമുക്ക് നമ്മുടെ മുമ്പിൽ ഒരു വലിയൊരു ചലഞ്ചായിട്ടാണ് എപ്പോഴും. അത്രയും വലിയൊരു റൈറ്ററുടെ ഒരു കഥയെ, ക്യാരക്ടറിനെ എനിക്കൊന്ന് ലാലിൻ്റെയും ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസിൽ വൺ അമംഗ് ഈസ് ബെസ്റ്റ് ഈസ് സദയം. കിരീടവും അതൊക്കെ ആൾക്കാർ പറയുമ്പോൾ പോലും ദിസ് ഈസ് ഒരു സ്റ്റെപ്പ് അഹെഡ് ആയിരിക്കും അത്. Thank you so much for joining us.